നാളെ കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ കൊടുപള്ളിയിൽ എത്ര പേരിനകത്ത് ഔട്ടാവും? നിങ്ങളുടെ മൂത്താപ്പാടെ ജന്മ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. ഞാൻ തന്നെ ജനിച്ച സർട്ടിഫിക്കറ്റ് എവിടെയാന്ന് എൻ്റെ പഞ്ചായത്ത് തന്നെ ഇല്ല. സത്യം പറയാം, സത്യമായിട്ട് ഞാൻ പറയണേ, ഇത് ഞാൻ നുണ പറയണമല്ല. നിങ്ങൾ എവിടെ ഇത് കൊണ്ട് കൊടുക്കും? ഇനി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഓരോ ദിവസവും MP നിലയിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന അപേക്ഷകൾ. മുസ്തഫ, നിങ്ങൾ എന്ന കാരണം സർട്ടിഫിക്കറ്റിലെ പേരും വേറൊരു സർട്ടിഫിക്കറ്റിലെ പേരും തമ്മിൽ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മളെല്ലാം ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരെ കൊണ്ട് എപ്പോഴും തെറ്റിച്ചെഴുതുള്ളൂ പേര്. എക്ക് പകരം ഈ എഴുതി വെക്കും, ഈക്ക് പകരം ഓ എഴുതി വെക്കും. വേറൊരിനകത്ത് ഫോറം പൂരിപ്പിക്കുമ്പോൾ അത് മാറ്റിക്കളയും. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ? റിജക്റ്റ് ചെയ്യപ്പെടും. റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിപ്പിക്കണമെങ്കിൽ ജനപിന്തുണയുള്ള ജനപ്രതികളുടെ സാന്നിധ്യമുള്ള സമിതിക്ക് മാത്രമേ പറ്റൂ. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് മാത്രം വിധേയപ്പെട്ടൊരു ഉദ്യോഗസ്ഥന് ആ ബാധ്യതയില്ല. അതുകൊണ്ടാണ് 19 ലക്ഷം പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പൗരന്മാരല്ലാതായി മാറിയത്.